ഇങ്ങനെ കളിക്കായിരുന്നേ. ബോറടിച്ചിട്ട് ചുമ്മാ പുറത്തേക്ക് ഇറങ്ങാം, പിന്നെ ഓടി അകത്തേറി. ഇത് തന്നെ എന്റെ പരിപാടി. ഓ, ഇവിടെ ക്യാമറയും കൊണ്ട് വന്നോ പിന്നെ? ഇതിനെ കൊണ്ട് പോയിട്ട് നമുക്ക് പുറത്തു പോയാലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു എന്നാ പോന്നു. എന്നെ വേഗം ഒരുക്കാന്ന് പറഞ്ഞതാ. എനിക്കും ഇനി നിന്നു കൊടുക്കുന്ന ശീലമൊന്നും അധികം ഇല്ലാത്തതാ. പിന്നെ പുറത്തു പോകണമല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങ് നിക്കുക. രണ്ട് സൈഡിൽ കൊമ്പ് കെട്ടാനാ പ്ലാനെന്ന് തോന്നും. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, കുറച്ച് സുന്ദരനായിട്ട് ഇരിക്കാലോ. ഇവളിത് കെട്ടി കഴിയോ ആവോ? കഴിഞ്ഞോ? ഇല്ലേ. അടുത്ത സൈഡ് ഉണ്ടോ? കൊമ്പ് കെട്ടി ഒരു വഴിയാവും. പശുക്കുട്ടിയാണെന്ന് ഞാൻ വിചാരിക്കും കൊമ്പൊക്കെ കണ്ടു കഴിയുമ്പോ. ഇല്ലായിരിക്കും. മടുത്തടി, മതി. ഇവളുണ്ടല്ലോ, ഇവളെന്നെ കെട്ടി കെട്ടി ഒരു വഴിയാക്കി. എന്റെ മുടിയൊക്കെ പിടിച്ച് പനലാക്കുവാൻ തോന്നുന്നു. കെട്ടുന്നതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എല്ലാം കഴിഞ്ഞു. സുന്ദരനാക്കി. ഇവളെന്തോ കാര്യമായിട്ട് എന്നോട് പറഞ്ഞായിരുന്നു കേട്ടോ. അതെന്നതാന്ന് ഞാൻ മറന്നുപോയി. മതി, പോവാം. എത്ര നേരം? ബെൽറ്റ് കെട്ട്. പോം. റെഡിയാണോന്നാ ചോദിക്കുന്നത്. ഞാൻ എപ്പോഴേ റെഡിയാ. വാതിലടച്ചോ, നമുക്ക് പുറത്തേക്ക് പോവാം. എനിക്ക് സന്തോഷം കൊണ്ടിട്ട് നിക്കാൻ വയ്യ. എവിടാണെങ്കിൽ ചെരുപ്പ് പോലും ഇട്ടിട്ടില്ലാന്ന് തോന്നുന്നു. പോവാം. ലിഫ്റ്റ് വിളിക്കുന്നേ. ചെരുപ്പിട വേഗം. ഓടിക്കോ. ഓടി വാ. മടുത്ത് വഴിയൊന്നും അറിയത്തില്ലാന്ന് തോന്നുന്നു. ഇവർക്ക് ചെരുപ്പ് എന്തെങ്കിലും കൊണ്ടിട്ടേക്കുന്നേ. ദേഹമൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് പോകാതാകുമ്പോ കുറച്ചുകൂടെ ഭംഗി വരും. എനിക്ക് ലിഫ്റ്റൊക്കെ അറിയാം കേട്ടോ, കറക്റ്റായിട്ട് എവിടെയാന്ന്. അവളിതേ എന്റെ ബെൽറ്റിൽ പിടിച്ചു. ഈ ലിഫ്റ്റ് എന്താ തുറക്കാത്ത? വേഗം അങ്ങോട്ട് തുറക്ക്. വെയിറ്റ് ചെയ്യണം. അടുത്ത് ലിഫ്റ്റ് വെച്ച് വേഗം താഴേക്ക് പോവുക. ഫ്ലോർ കുത്ത്. ഇവളിത് ഭയങ്കര ഡിലേ ആണെന്ന് തോന്നുന്നു. ഇനിയിപ്പോ എന്റെ പ്രഹസന കുറച്ച്. എനിക്ക് ലിഫ്റ്റിൽ കയറിയാൽ കുറേ കിടന്ന് തുള്ളണം കേട്ടോ, എന്നാലും ഒരു സന്തോഷമാവുള്ളൂ. ക്ഷമയോടെയൊക്കെ ഇരിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചേച്ചി വന്നായിരുന്നു കേട്ടോ. അതാ പിന്നെ വീഡിയോ ഒന്ന് ഓഫായി തോന്നുന്നു. തുറന്നു. ഞങ്ങളങ്ങനെ റിസപ്ഷൻ ഏരിയയും കഴിഞ്ഞു പോയി. അവിടെ നമ്മുടെ ഓട്ടോ കിടപ്പുണ്ട്. വാ, ഓട്ടോയിലേക്ക് കയറി. ഇവിടെ എങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഇത്രയും നേരമായിട്ട് പുറത്തേക്ക് പോവാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എവിടെ പോവാന്നൊന്നും അറിയത്തില്ല. വായിക്കാത്തൊക്കെ ദാണ്ട് എന്റെ കൂടെ കയറി പോവാൻ തോന്നും. നിന്നും അടുത്തിനി ഇരിക്കാൻ കുറച്ച് നേരത്തേക്ക്. എന്നാലും ഇവിടേക്കായിരിക്കുമോ പോന്നേ? ഒരു പിടിയും കിട്ടുന്നില്ല. ചോദിച്ചിട്ടാണെ പറയുന്നുമില്ലല്ലോ. ഇനി എത്തുമ്പോ എത്തട്ടെ. ചിലപ്പോ ഐസ്ക്രീം മേടിച്ചു തരാനായിരിക്കും. ഇതെന്തോ പെക്കേറിലോ? ഇവളെന്റെ മുടി വെട്ടിക്കാൻ വേണ്ടിയിട്ടാണോ വന്നേ? അയ്യേ. ഈ ചേട്ടന്മാരുടെ തന്നെ ഞാൻ വീണ്ടും വന്ന് പെട്ടു. ഐ ആം ട്രാപ്ഡ്. എന്നെ രണ്ടുപേരും കൂടെ ചേർന്നാണോ പിടിച്ചു വെച്ചേക്കുന്നത്? ഞാൻ വില്ലനൊന്നും അല്ല. എന്നെ ഒരാൾ തന്നെ മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ചേട്ടൻ തന്നെ എന്റെ കുണ്ടിക്കടിക്കുന്ന എപ്പോഴും. അവിടുത്തെ പൂടെയൊക്കെ വൃത്തിയൊക്കെ ഞാൻ ഇരുന്നിരുന്ന് കുറച്ച് അവിടെ നോട്ടൊക്കെ വന്നായിരുന്നു. ഇവരത് എനിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടി ഡ്രിം ചെയ്യാന്നുള്ളത്. എന്റെ ചെവിയിലെ പൂടെയൊക്കെ പറിച്ചു കളയുന്നു. വിടടാ എന്നെ. ഇങ്ങനെയൊന്നും അല്ലടാ ഞാൻ കുളിക്കുന്നേ. എങ്ങനെയാ ഞാനാ? വിടടാ. അവള് വീഡിയോയും പിടിച്ചോണ്ട് നിക്കുന്നു. എന്നെ വിടാൻ പറയടി. എന്റെ കാല്. വിടടോ എന്നെ. ഇയാളെന്റെ വാലൊക്കെ എന്ത് ചെയ്യുവാണോ എന്തോ. ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവളാണെങ്കിൽ ഒന്നും മിണ്ടാതിരുന്ന് വീഡിയോ പിടിക്കുന്നു. നാണോ ഇല്ലേ കുളിസീനൊക്കെ പിടിക്കാനായിട്ട്? ഒരു വീതമൊക്കെ കൂടി കഴിയാറായി. മതിയിടൂ, കുറച്ചായി. ഇനി നമുക്ക് കേറിപ്പോവാം. ഇനിയുണ്ടോ? ഇതാ എന്റെ മുടിയെല്ലാം വെട്ടിക്കളയുന്നു. എന്ത് സുന്ദരനായിട്ടിരുന്ന ഞാനാ. ഇതിന്റെ ഇടയ്ക്കൊക്കെ കുറേ വീഡിയോകൾ എടുത്തിട്ടുണ്ടാവത്തില്ല എന്ന് എനിക്കറിയാം. എന്നാലും കുഴപ്പമില്ല. നീ ഇത് വെട്ടിക്കഴിഞ്ഞില്ലേ? മുടിയൊക്കെ ഇതാ വെട്ടിക്കുളവാക്കുന്നു. അങ്ങനെ ഞാൻ സുന്ദരനായി ഒരുവിധം.